ഇവിടെ എത്തിച്ചേരുന്ന ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ. അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റൽ ലിമിറ്റഡിന്റെ വളരെ തിരക്കേറിയ ഇന്റേണൽ മെഡിസിൻസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടറാണ്. വിലപ്പെട്ട അദ്ദേഹത്തിന്റെ നമുക്ക് വേണ്ടി കുറച്ച് ചെലവാക്കുവാൻ സമ്മതിച്ചു. നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുവാൻ, ഹെൽത്ത് കാര്യങ്ങളെ സംബന്ധിച്ച് ഉപദേശങ്ങൾ നൽകുവാൻ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുന്ന ഡോക്ടർ ജോണിനെ ഞാൻ ഹൃദയംഗമായി നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കേരളത്തില് കൊറോണ അല്പം ശമിച്ചു എന്ന് ആശ്വസിക്കുന്ന ഈ സമയത്ത് കൊറോണ മുഴുവനായി ശമിച്ചു എന്നോ തീർന്നു എന്നോ ഒന്നും നമുക്ക് പറയാനാവില്ല. ഇപ്പോഴും വിവിധ ഭാഗങ്ങളിൽ കൊറോണ ഉണ്ട്. എങ്കിൽ കൂടിയും അതിന്റെ തീവ്രത കുറച്ച് കുറഞ്ഞ ഈ സമയത്ത് മറ്റു പല സാംക്രമിക രോഗങ്ങളിലും പെട്ട് നമ്മുടെ ജനത വളരെയേറെ കഷ്ടപ്പെടുകയാണ്. ശിഷ്യ റിട്ടയർ ചെയ്തിട്ടുള്ള നമ്മള് 60 കഴിഞ്ഞ് 60-നും 90-നും ഒക്കെ ഇടയ്ക്കുള്ള നമ്മള് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തില് ഡോക്ടറുടെ ഉപദേശം നമുക്ക് ശിരസ വഹിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും പല മാരക രോഗങ്ങളുടെ പിടിയിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാൻ, വിമുക്തി നേടുവാനും സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് മാത്രമല്ല, ഈ ഉപദേശം സമൂഹത്തിന് ഒന്നടങ്കം പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് തന്നെ AKBRF നടത്തുന്ന കഴിഞ്ഞ 11 വർക്ക്ഷോപ്പുകളും നമ്മുടെ ജനതയ്ക്കും നമ്മുടെ റിട്ടയറീസിനും നമ്മുടെ അംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാം വളരെയേറെ അതുപോലെ തന്നെ ഈ ഹെൽത്ത് കാര്യങ്ങളെ സംബന്ധിച്ച് ഹെൽത്ത് കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ചികിത്സാ ചെലവുകൾ, രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഡോക്ടറുടെ ഉപദേശം നമ്മൾ ശിരസ വഹിക്കുകയും അതോടൊപ്പം തന്നെ മറ്റംഗങ്ങളിലേക്ക് പകരുവാനും നമ്മൾ ശ്രമിക്കണം. ഈ മീറ്റിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ ഈ മീറ്റിംഗിന്റെ അഡ്മിൻ കോമ്രേഡ് അന്തോണീസ്, അദ്ദേഹത്തോട് ഞാൻ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ സ്വാഗതം ആശംസിക്കാനായി കോമ്രേഡ് TM ദേവസ്യയെ സ്വാഗതം ആശംസിക്കുവാൻ കോമ്രേഡ് ദേവസ്യയെ ക്ഷണിക്കുന്നു. ദേവസ്യ ഉണ്ടല്ലോ അല്ലേ? ലെഫ്റ്റ് ആയിരുന്നു, ലെഫ്റ്റ്. പ്രസിഡന്റ് തന്നെ സ്വാഗതം കൂടെ പറഞ്ഞേക്കും, കുഴപ്പമില്ല. ഇതോ ഡോക്ടറെ പിന്നെ ദേവസ്യെ കൊണ്ട് നമുക്ക് നന്ദി പറയിപ്പിക്കാം. ശശിധര പട്ടിക്കര് സ്വാഗതം ചെയ്താൽ മതി. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ ഇല്ല. ശശി സ്വാഗതം പറയും, നമുക്ക് ദേവസ്യെ കൊണ്ട് നന്ദി പറയും. ദേവസ്യ ചന്ദനത്തിൽ ജോയിന്റ്. പറയൂ, സ്വാഗതം പറയാൻ എത്ര നേരമായിട്ട് ക്ഷണിക്കുന്നു? ഞാൻ അതിനിടയ്ക്ക് ആ പ്രിൻസിനെ വിളിക്കാൻ പോയതാ. കാരണം ഡോക്ടർ മൈക്ക് ഓഫ് എന്ന് പറഞ്ഞപ്പോ പറയാൻ വേണ്ടി പോയതാ. സ്വാഗതം. എനിക്ക് സ്വാഗതമാണോ? സ്വാഗതം ബാലജേഷൻ പറയാൻ പോയപ്പോഴാണ് നിങ്ങൾ വന്നത്. അല്ല, ഓക്കെ. ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നടത്തുന്നത്. നമ്മുടെ 12ാമത്തെ വർക്ക്ഷോപ്പാണ്.
കഴിഞ്ഞ 11 വർക്ക്ഷോപ്പുകൾ വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. അപ്പൊ ഇന്നത്തെ 12ാമത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മെഡിക്കൽ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ സഞ്ജു സാറ്. സഞ്ജു സാറ് ഇവിടെ മറ്റേ അപ്പോളോ ഹോസ്പിറ്റലിൽ, കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനു മുൻപും അപ്പോളോ ഹോസ്പിറ്റലിൽ ക്ലാസ് നടത്തിയിരുന്നു, ഓങ്കോളജി വിഭാഗത്തെ കുറിച്ചുള്ള ക്ലാസ് നടത്തിയിരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഓരോ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ഒക്കെ ഫ്രീ ആയിട്ട്, ഒരു പൈസ പോലും സ്വീകരിക്കാതെ വളരെ ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ, ഏത് സബ്ജക്ട് വേണമെങ്കിലും അവർ കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റല്. വളരെ നല്ല സേവനം അവർ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നിപ്പോ സഞ്ജു സാറാണ് മെഡിക്കൽ വിഭാഗത്തിൽ, അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വന്നുപോയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ, ചിക്കൻ ഗുനിയ തുടങ്ങി, ഡെങ്കി തുടങ്ങി, നിപ്പ തുടങ്ങി, കോവിഡിൽ അവസാനിച്ച് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നതാണ് മങ്കി പോക്സ്. ഈ മങ്കി പോക്സിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ആളുകളിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാമെന്ന് സാറ് സമ്മതിക്കുകയും ആ ക്ലാസ്സിന് അദ്ദേഹം ഇന്ന് തയ്യാറായിട്ട് വരികയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള ആളാണ്, കാരണം വളരെ കുറച്ച് സമയം, ഇപ്പൊ ഇന്ന് OP വർക്ക് ചെയ്യുന്നതാണ് അവിടെ ഹോസ്പിറ്റലിൽ. ആ OP വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ചെലവാക്കാമെന്ന് സമ്മതിച്ച് ഇവിടെ വന്നിരിക്കുന്ന സഞ്ജു സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ, ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ പേരിലുള്ള സ്വാഗതം ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നതിന് ഇതിന്റെ എല്ലാ കോർഡിനേഷൻ നടത്തുന്നത് പ്രിൻസ് ആണ്. പ്രിൻസ് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫാണ്. അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇതിനകത്ത് എല്ലാ കോർഡിനേഷൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള ക്ലാസ്സുകളും കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. ആ പ്രിൻസിനെ ഈ അവസരത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ AKBRF ആണ് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. AKBRFന്റെ പ്രസിഡന്റ് ബാലൻചേട്ടനെയും അതുപോലെ ജനറൽ സെക്രട്ടറി IBRFന്റെ ചെയർമാൻ കൂടിയായ നമ്മുടെ ശ്രീനിവാസ് സാറിനെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ വളരെ ദീർഘമായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ ക്ലാസ് ആണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ആയിട്ടിരിക്കുന്നത് കുമാർ മേനനാണ്. കുമാർ മേനന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യാമാതാവിന്റെ നിര്യാണം അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് എന്താ പറയാ, ഇതിന്റെ പ്രോഗ്രാം അഡ്മിനായിട്ട് ഇരിക്കാൻ സാധിക്കാതെ വന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ അന്തോണിസ് ഇതിന്റെ പ്രോഗ്രാം പ്രോഗ്രാം അഡ്മിനായിട്ട് വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശശിധര പണിക്കര് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ശശിധര പണിക്കരെയും അതുപോലെ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും, നമ്മുടെ കുറച്ചുപേർ കൂടി വന്ന് കയറാനുണ്ട്, അത് ആൾക്കാർ വന്ന് കയറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡോക്ടറെ പ്രഭാഷണം ആരംഭിക്കാം. പ്രിൻസ് അല്ലേ? പ്രിൻസ് ആ മാസ്ക് ഒന്ന് മാറ്റിയാൽ പ്രിൻസ് പ്ലീസ്. ഇതാണ് നമ്മുടെ പ്രിൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയാം. ഇതാണ് പ്രിൻസാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വളരെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോ ഒരിക്കൽ കൂടി പ്രിൻസിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിൻസ് എല്ലാ പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു, പക്ഷെ പ്രിൻസ് നമ്മുടെ ഈ ഫേസ് കാണിക്കാറില്ല മൊത്തം. ഡോക്ടറുടെ ആബ്സെൻസിൽ ഞങ്ങളൊരു സ്വാഗതം ആശംസിച്ചു. ഡോക്ടറെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണ്. ഡോക്ടർ അപ്പോളോ ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ സഞ്ജു സാറാണ്. സഞ്ജു സാറ് മങ്കി പോക്സിനെ സംബന്ധിച്ചുള്ള വളരെ വളരെ സുന്ദരമായ ഒരു ക്ലാസ് ആണ് നടത്താൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സാറിന്റെ ആബ്സെൻസിലാണ് ഞാൻ സോറി, ക്ഷമിക്കണം. സാറ് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ച് OP നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറാവുന്നതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ ചെയ്തു തരുന്ന സേവനങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നേരത്തെ ഒരു ക്ലാസ് ഇതുപോലെ തന്നെ നടത്തി. അപ്പൊ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ വളരെ നല്ല രീതിയിൽ കാര്യം നടത്തുന്നതിനുള്ള ഒരു സന്തോഷമുണ്ട്. സാറിന്റെ വിലവേറിയ സംഭാവനകൾ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ സന്തോഷത്തോടെ സാറിന് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. സോറി ഫോർ ദ ഡിലേ, കുറച്ച് ലേറ്റ് ആയി വരാൻ. സാറില്ലേ എന്തായാലും ഇന്നത്തെ ടോക്ക് മങ്കി പോക്സിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് അറിയല്ലോ, ഒരു 3 കേസ് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് കേസ് UAE നിന്നാണ് വന്നത്.
ഷാർജയിൽ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസ്, അതിന്റെ അസുഖത്തിനെ കുറിച്ചൊന്ന് അറിയാനായിട്ട് ഞാൻ ഒരു സ്മോൾ പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്തായാലും അതിന്റെ ഒരു കുറച്ചുകൂടെ പറയണം. ബാലൻ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേക്ക്. Okay. So good morning. So the new disease in town, monkeypox. So monkeypox is a viral zoonotic disease. So zoonotic disease എന്ന് പറഞ്ഞാൽ ഈ ഒരു virus infection can be transmitted from humans to humans or animals to humans. So till date, 3 cases of monkeypox have been identified in Kerala. Monkeypox was first, or it was very endemic in Central and West Africa. Usually അവിടെയാണ് നമ്മൾ കാണുന്ന monkeypox in 1950s ലൊക്കെ. പക്ഷെ outside Africa first case വന്ന United Statesലാണ് in 2003. It was linked to the infected pet prairie dogs. So the first case outside Africa was in 2003 in the United States of America. The Director General of WHO, Dr. Tedros, declared on 23rd July 2022 that the multi-country outbreak of monkeypox is a public health emergency of international concern. And the disease is called itself monkeypox because it was first identified in colonies of monkeys kept for research in 1958. It was only later detected in humans in 1970. So adana monkeypox ennulla vaakku monkeypox എന്നുള്ള വാക്ക് വന്നേക്കുന്നത് കോളനീസ് ഓഫ് മങ്കീസിൽ 1958 റിസർച്ച് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു monkeypox വൈറസ് ആണ്, ഇൻഫെക്ഷൻ ആണ്. ഹ്യൂമൻസിൽ ഒന്ന് 1970. സോ കമ്മിങ് ടു ദ ടോപ്പിക്, വാട്ട് ഇസ് monkeypox? is a virus. It's a double-stranded DNA virus belonging to orthopox genus of poxviridae. അതായത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് സ്മോൾ പോക്സ് വൈറസ്, പിന്നെ വാരിയോള വൈറസ്, ഇതൊക്കെ വരുന്ന ജീനസിനകത്താണ് monkeypox virus. Now monkeypox virus and smallpox virus, it has been eradicated long time back, and they say that studies have said that people who have taken smallpox vaccine have got some protection against monkeypox. So there are 2 distinct genetic clades of the monkeypox virus in Africa, that is the Central African clade and the West African clade, of which the more contagious one was the Central African clade. Now, who are the hosts? ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? From animals through certain rodents, അതായത് എലികൾ, പിന്നെ ചില ഡോഗ്സ് ആവാൻ പറ്റും, ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആനിമൽസ് ആവാൻ പറ്റും. സോ certain rods and non-human primates എന്ന് പറഞ്ഞാൽ വുൾഫ് ആവാം, അല്ലെങ്കിൽ ബാറ്റ് ആവാം, അല്ലെങ്കിൽ ഡോഗ്സ് ആവാം, cat ആവും, ഇൻഫെക്റ്റഡ് ആനിമൽസ് നിന്ന് കിട്ടാൻ പറ്റും. ഇൻക്യുബേഷൻ പീരിയഡ് ഇസ് 6 to 13 days, which can range from 5 to 21 days. So ഇത് എത്ര ദിവസം നമുക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാൻ പറ്റും? അതായത് പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി 1 to 2 days before the rash to until all the scabs fall off or get subsided. അതായത് പേഷ്യന്റ് പനി വന്നു, within 1 to 2 days റാഷ് കിട്ടിയിട്ട് അത് പലതരത്തിലുള്ള ലീഷൻസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് മാറിയിട്ട് സ്കാബ് ആയിട്ട് ഫോൾ ചെയ്യുന്ന വരെ നമുക്ക് വേറൊരാൾക്ക് ഇൻഫെക്ഷൻ പകരാൻ സാധ്യത ഉണ്ട്. സോ ഐഡിയലി അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 to 21 days ആണ്. Now, mode of transmission. Human to human transmission, primarily through large respiratory droplets, generally requiring a prolonged close contact. So the difference between smallpox difference between monkeypox and COVID infection is this requires a prolonged close contact, like human to human touch or the skin and mouth touch. So a prolonged touch ആണെങ്കിൽ, prolonged close contact ആണെങ്കിൽ മാത്രമേ ഈ monkeypox വരാറുള്ളൂ. Unlike COVID, where even if you stand at a 6-meter distance from another person, you are bound to get the infection. പിന്നെ ഡയറക്ട് കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്, ഞാൻ പറഞ്ഞില്ല ബോഡിക്കകത്ത് റാഷസ് ഉണ്ടാകുന്ന ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും ഇത് ഡയറക്ട് കോൺടാക്ട്. അതർവൈസ് ഇൻഡയറക്ട് കോൺടാക്ട് വിത്ത് ലീഷൻ മെറ്റീരിയൽസ് സച്ച് ആസ് through contaminated clothing or linens of an infected person. For example, ഒരു monkeypox ആയിട്ട് ഒരു പേഷ്യന്റ് എൻ്റെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ അറിയാതെ തൊട്ടാലും അതുവഴി നമ്മളുടെ ബ്ലഡിലോട്ട് ഇത് വൈറസ് കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും.
When an animal to human transmission by bite or scratch of the infected animals. So human to human, direct contact, indirect contact, as well as animal to human transmission. Now, what are the clinical features? In the election symptoms. So initial 0 to 5 days, fever will be there. Then lymphadenopathy, neck, then headache, muscle pains, facial vedana, nalla kseenam, chills, sweats, sore throat, and cough. Then skin involvement, rash will be there. It begins 1 to 3 days within the onset of fever. Fever within 2 days and it will last 2 to 4 weeks. So, lesions. First is a lesion called as macule. Then the next is the next one is called as a papule. And papules, these takes 1 to 2 days. Macules and papules are 1 to 2 days. That's a vesicle item. Vesicle is skin lesion. That's a vesicle. This vesicle 2 to 3 days is a pustule item. Pustule is pus in the vesicle. That is the vesicle is fluid, very clear fluid. Pus in the vesicle is called pustule. But that will last for 5 to 7 days. So, there stages: macule, papule, vesicle, 1 to 2 days. Baki pustules 5 to 7 days. And finally, the last picture is called a scab. 1 to 2 days of fever rash followed by scab. Till then, the period of communicability is high, or this transmission of fever is high. So, last picture is scab. Scab is so the rash goes through a macular, papular, vesicular, and pustular phase. The classical lesion being vesico-pustular. Now, which are the common areas of the body it is involved? Face palms and soles, oral mucous membrane, genitalia, and conjunctiva. Itra areas main aayittu kaanunna. Koodal kaanunna nammude Indiayile koodal Kannuril oru patient ne koodalayitte kandathu face um trunk lana. Now, this same same disease viruses chance on the same chicken pox, when a herpes zoster, herpes simplex, measles, when a hand, foot, mouth disease, takalik pani, when infectious mononucleosis, and molluscum contagiosum. Now, these are the complications. In viral infections, most of the virus infections, other dengue, herpes, arboviral, and where viral infections, the most common complication secondary bacterial infections. Because our immunity infections, organ damage. Pneumonia. Sepsis is blood in the infection carry all organs in a badikimbo. Encephalitis is brain infection on encephalitis. Then cornea, other than corneal involvement in the body. Now, this lecture okay, next step in the chain. Specimen icon. Only specimen blood skin lesions urine. Okay. Now, this is the ICMR NIV Pune. Now, the clinical specimen is collected and we do a PCR for the orthopox virus genus. Now, orthopox can be monkeypox, camelpox, buffalopox, and cowpox. These 4 virus are orthopox. Now, PCR for orthopox say positive specific monkeypox. And if it comes out to be positive, it is reported as positive. Okay. Or you can do real-time PCR. Now, if it is negative, we have to look for other causes of PCR. We have to look for other causes of virus infection. Now, the most important part: how do you manage the disease? Sorry. Management includes patient isolation, protection of the compromised skin and mucus management, rehydration, very, very important. Not only monkeypox, either virus infection, rehydration is very important. And nutritional therapy, symptom alleviation, symptoms symptomatic measures, monitoring and treatment of the complications. Dengue pani pole, monkeypox na pala complications
when compared to other viral infections, complications which are seen are very less in monkeypox. Now, patient isolation. How do you isolate the patient? Isolate in a separate room with separate ventilation, wear triple layer mask, skin lesions have to be covered. That is, only long sleeve shirts, longs, pants, so that the lesions are not seen by another person, or it cannot be accidentally touched by another person. Isolation to be continued until all the lesions have resolved and scabs have completely fallen off. Now, next is how do you protect the compromised skin and mucous membrane? So, skin rash ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Clean with simple antiseptics. നമുക്ക് വീട്ടിലുള്ള antiseptics ഉപയോഗിക്കാം. പിന്നെ മ്യൂപ്രോസിൻ ഓയിൻമെന്റ് അല്ലെ ഫ്യൂസിഡിൻ ഓയിൻമെന്റ്, നിയോസ്പോറിൻ ഓയിൻമെന്റ് എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഓയിൻമെന്റ്. പിന്നെ ലൈറ്റ് ഡ്രസ്സിംഗ് ആയിട്ട് we have to cover the lesions. ഒത്തിരി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലീഷൻസ് കാണുമ്പോൾ നമ്മൾ ഒത്തിരി വലിയതായിട്ട് കവർ ചെയ്യാൻ പാടില്ല. ഇച്ചിരി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണങ്ങണമെങ്കിൽ അത് എക്സ്പോസ് ചെയ്ത് വെക്കും. അപ്പൊ ലൈറ്റ് ഡ്രസ്സിംഗ് ചെയ്താൽ മതി. ഡു നോട്ട് ടച്ച് ഓർ സ്ക്രാച്ച് ദ ലീഷൻസ്. In case of secondary infection, relevant systemic antibiotics may be considered. Genital ulcers. അപ്പോൾ genital ulcers നമ്മളുടെ ചിലപ്പം ഒന്നെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നിടത്ത് വരാൻ പറ്റും ഈ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ മോഷൻ പോകുന്നിടത്ത് ഇൻഫെക്ഷൻ വരാൻ പറ്റും. അതിനൊക്കെ സിറ്റ്സ് ബാത്ത് ഉപയോഗിക്കാം. Then oral ulcers, warm saline gargles and oral topical anti-inflammatory gels. അതായത് കീനോകോട്ട് ജെൽ, സൈറ്റി ജെൽ ഒക്കെ ഉപയോഗിക്കാം. കൺജങ്ക്റ്റിവൈറ്റിസ് യൂഷ്വലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സെൽഫ് ലിമിറ്റിംഗ്. ചിലപ്പോൾ നമുക്ക് ക്രീംസ് ഒക്കെ നമ്മൾ ഓഫ്താൽമോളജിസ്റ്റ് തരും, എന്തെങ്കിലും സിംറ്റംസ് കൂടുക അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസസ് വരുവാണെങ്കിൽ. റീഹൈഡ്രേഷൻ തെറാപ്പി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ORS കൊടുക്കുക, അല്ലെങ്കിൽ നല്ലതായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കുക. 2.5 to 3 liters per day. Intravenous fluids orally എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ IV fluids കൊടുക്കുക. And nutritious and adequate diet should be encouraged. Then symptoms എങ്ങനെയാണ് നമ്മൾ alleviate ചെയ്യുന്നത്? ഫീവർ ആണെങ്കിൽ tepid sponging അല്ലെങ്കിൽ പാരസിറ്റമോൾ. Itching pruritus ആണെങ്കിൽ topical calamine lotion or antihistamines. പിന്നെ nausea vomiting ആണെങ്കിൽ consider antiemetics. Headache, myalgia ആണെങ്കിൽ adequate hydration and symptom management. Now, monitoring of treatment and complication of symptoms. Now, if a complication such as pain in the eyes or blurring of vision happens, chest pain, breathlessness, altered consciousness or seizure, the avasmaram, decrease in the urine output, poor oral intake, lethargy, please show the patient to the doctor, or immediately the patient has to be admitted in an isolation center. Now, what are the key measures as a public person can be done to prevent infection with monkeypox virus? So, if you had a close contact with someone who has monkeypox or an environment that may have been contaminated with the virus, monitor yourself closely for signs and symptoms for 21 days. So, very important, 21 days after the time you were last exposed. Limit the close contact with other people as much as you can. And when it is unavoidable, let your contact know that you have been exposed to monkeypox. So 21 days time നമ്മൾ കൊടുക്കണം ഇതിന് നമ്മൾ സെൽഫ് മോണിറ്റർ ചെയ്യാൻ. Now, നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ definitely we have to contact a healthcare provider and we have to isolate ourselves. We have to clean our hands. And if you test positive, again, healthcare provider will advise you with the medications and what to do if you are isolating at home. Now, if you are advised to isolate at home by the advisor, you should not go out. You have to protect others you live with as much as possible. By how do you protect others? Isolating in a separate room, using a separate bathroom, or cleaning after each use, cleaning frequently the touch surfaces with soap and water and a household disinfectant, and avoiding sweeping and vacuuming. Why? Because if you do sweeping and vacuuming in your room, this can disturb the virions, virus particles, and can cause others to become infected. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് നമ്മുടെ ക്ലോത്തിങ്സ് അല്ലെ ബെഡിങ്സിലൊക്കെ ഈ വൈറസ് ഉണ്ടാവാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് കുടഞ്ഞാൽ അല്ലെ സ്വീപ്പ് ചെയ്തല്ല വാക്യൂം ചെയ്താൽ ഈ വൈറസിന് സ്പ്രെഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. Now, using separate utensils, towels, beddings and electronics, doing your own laundry, അതായത് lift bedding, clothes and towels carefully without shaking them. That is very, very important.
Put materials in a plastic bag before carrying it to the washing machine and wash them with hot water more than 60 degrees. This is also very important. Laundry എങ്ങനെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ബെഡ് ക്ലോത്തിങ്സ് വിത്തൗട്ട് ഷേക്കിംഗ് ആയിട്ട് മാറ്റണം, ഒരു കവറിനകത്ത് ഇടാം ആൻഡ് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യണം അറ്റ്ലീസ്റ്റ് വിത്ത് ഹോട്ട് വാട്ടർ മോർ ദാൻ 60 degrees. Opening windows for good ventilation, encouraging everyone in the house to clean their hands regularly with soap and water or an alcohol-based hand sanitizer. Now, if you cannot avoid being in the same room, what do? You have to avoid touching each other, clean your hands often, cover your rash with clothing or bandages, open the windows throughout the home, ensure you and anyone in the room with you wear well-fitting medical masks, and maintaining at least 1 meter of distance. Now, if you cannot do your own laundry, ചില ആൾക്കാർക്ക് own laundry ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ monkeypox infection ഉള്ള ആൾക്കാർക്ക് another person should wear a well-fitting medical mask or disposable gloves and take laundry precautions as listed above. അതായത് laundry precautions നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തുണിയൊന്നും കൊടയാൻ പാടില്ല, നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇടാം, ഹോട്ട് വാട്ടറിൽ more than 60 degrees അത് വാഷ് ചെയ്യാം. Now, this is the precaution as a patient who is in contact with the monkeypox patient or who has got monkeypox patient, who has got monkeypox infection. Now, treatment, നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ള 2 drugs ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. Ticovirimat, അതൊരു 600 mg ഓറൽ ടാബ്ലറ്റ് ആണ്, 2 നേരം വെച്ചിട്ട് ഒരു ദിവസം എടുക്കുക. പിന്നെ Brincidofovir 200 mg once weekly for 2 doses. So these are the 2 treatments so far which has been approved by the European agency for treatment of monkeypox infection. Vaccines, smallpox vaccine which has now been eradicated because vaccine അങ്ങനെ കാണുന്നില്ല. So latest ആയിട്ടുള്ളത് ACAM 2000 and JYNNEOS 2 doses നമ്മൾ subcutaneous ആയിട്ട് കൊടുക്കാം. Now, case definition. Now, case definition എന്ന് പറഞ്ഞാൽ നമ്മൾ how do you define this case? So suspected case on, probable case on, confirmed case on. So suspected case na a person of any age having history of travel to the affected country within the last 21 days, presenting with an unexplained acute rash and or one or more of the following signs or symptoms. In the carrigan, swollen lymph nodes, number neck lymph nodes, fever, headache, body ache, and profound weakness. Probable case. A person meeting the case definition for a suspected case, clinical compatible illness and has an epidemiological link. Epidemiological link എന്ന് പറഞ്ഞാൽ face-to-face exposure, including the care workers without appropriate PPE, direct physical contact with skin or skin lesions, including sexual contact, or contact with contaminated materials such as clothing, bedding, or utensils, is suggestive of a strong epidemiological link. Confirmed case. A case which is laboratory confirmed, അതായത് നമ്മൾ NIV പൂനെയിലോട്ട് അയച്ച് അത് കൺഫേം ചെയ്ത് പോളിമറസ് ചെയിൻ റിയാക്ഷൻ വെച്ച് പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ അവർക്കൊക്കെ പറയുന്നത് കൺഫേം കേസ്. Now, the next question, all of us after listening to this PPT, is there a risk of this becoming a larger outbreak? It is. So we should know monkeypox when compared to smallpox or cold infection, it is not very, very contagious because this requires prolonged close contact with someone who has monkeypox. Example, face to face, skin to skin, mouth to skin, mouth to mouth, with a contaminated environment or with an infected animal to spread. So we don't have to be very much worried, but we all need to be careful. Now, so coming to the end of the slide, key facts. Monkeypox is usually a self-limited disease. Usually treatment ചെയ്യേണ്ട ആവശ്യമില്ല, കൂടി വന്ന paracetamol and hydration. Lasting from 2 to 4 weeks, but can take 2 to 4 weeks time. Severe cases can occur. In recent times, the case fatality rate, even if the statistics case fatality rate is very, very low, around 3 to 6%. Monkeypox virus is transmitted from one person to another by close contact with lesions, body fluids, respiratory droplets, and contaminated materials. When an antiviral agent has been developed, as I said, the clinical presentation of monkeypox resembles that of smallpox. Okay, but now that has been eradicated. It is less contagious than smallpox and causes less severe illness. Monkeypox typically presents with fever, rash, and swollen lymph nodes and may lead to a range of medical complications, and hence we need to be alert with the symptoms.
Okay, thank you so much. These are the slide which I have prepared for the monkeypox. If you have any questions and answers, please do feel free to ask me. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇപ്പൊ സാർ പറഞ്ഞ കൺക്ലൂഡ് ചെയ്തപ്പോ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ഇതിൽ കാര്യമായിട്ടുള്ള മെഡിക്കേഷൻ ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഈ പാരസെറ്റമോൾ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ റെസ്റ്റ്, അതുപോലെ തന്നെ ഈ എന്താ പറയാ ഈ ക്വാറന്റൈൻ, അങ്ങനെ അതാണോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, നമ്മൾ പറയുന്നത് റെസ്റ്റും ക്വാറന്റൈൻ ആണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഫോർ 21 ഡേയ്സ് നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് സസ്പെക്റ്റഡ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് 21 ഡേയ്സ് റെസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് മങ്കി പോക്സ് ഇൻഫെക്ഷൻ ഉള്ളപ്പോ. ഒരു ഡൗട്ടും കൂടി, ആൻഡ് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മതി 21 ഡേയ്സ്. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് പനി ഉള്ളപ്പോ പാരസെറ്റമോൾ എടുക്കാം. നമുക്ക് ഫ്ലൂയിഡ് ഹൈഡ്രേഷൻ, അതായത് വെള്ളം നല്ലതായിട്ട് കുടിക്കണം, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ഒന്ന് കഴിക്കാം. സാറേ ഇതില് ഡെത്ത് റേറ്റ് എങ്ങനെയാ മങ്കി പോക്സിന്റെ? ഡെത്ത് റേറ്റ് ഞാൻ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, 3 to 6% ഉള്ളൂ. വളരെ ലോ ആണ്, വളരെ ലോ പെർസെന്റേജ് ആണ്. 1950s ഈ മങ്കി പോക്സ് ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചത്. 1970s ഈ ഹ്യൂമൻസിലോട്ട് വന്നത്. പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കേസസ് ഡിറ്റക്റ്റഡ് ആവണമെങ്കിലും പക്ഷെ ഡെത്ത് റേറ്റ് ഇസ് വെരി വെരി ലോ, 3 to 6% ഉള്ളൂ വെൻ കമ്പയർഡ് ടു കോവിഡ് ഇൻഫെക്ഷൻസ് ഓർ അതർ വൈറൽ ഇൻഫെക്ഷൻ. ഡെങ്കി ഒക്കെ ഒത്തിരി ഉണ്ട്, മോർ ദാൻ 50% ഒക്കെ ഉണ്ട്. അടുത്തൊരു സംശയം, ഇത് ഈ ജെൻഡർ സ്പെസിഫിക് ആണോ? എന്തോ ജെൻഡർ സ്പെസിഫിക് ആണോ? മങ്കി പോക്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ജെൻഡർ സ്പെസിഫിക് അല്ല. സാറ് ഡൗട്ട് അല്ല, ഒരു കാര്യം സാറിന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല. സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്നെ കുറിച്ചോ? അതെ. ഓക്കെ. ഞാനിവിടെ എന്റെ പേര് ഡോക്ടർ സഞ്ജു ജോൺ. ഞാനിവിടെ അപ്പോളോയിൽ ഇപ്പൊ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു 4 months ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഞാനൊരു അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഫാമിലി ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആണ് ഇപ്പം. വൈഫും ഡോക്ടറാണ്. വൈഫ് ഇവിടെ വർക്ക് ചെയ്യുവാണ് കല്ലൂർ ഒരു ന്യൂബർഗ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന് പറയും, പത്തോളജിസ്റ്റ് ആണ് വൈഫ്. ഞാനൊരു മെഡിസിൻ അലോങ് വിത്ത് ഇൻഫെക്ഷസ് ഡിസീസ് ആൻഡ് ഡയബറ്റോളജിസ്റ്റും കൂടെ ആണ്. ഹലോ കേൾക്കാം. ഹലോ ഓക്കെ. ഇനി ആരെങ്കിലും? പക്ഷെ ഈ മങ്കി പോക്സിനെ സംബന്ധിച്ച് വലിയൊരു സ്കെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തിനാ? ഇത്രയും ഡെത്ത് റേറ്റ് ഒക്കെ കുറവാണെങ്കിൽ. മങ്കി പോക്സ് ആക്ച്വലി ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ, ഇന്ത്യയിലല്ല കേരളത്തിൽ ആർക്കും 3 cases സോഫാർ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതിനായിട്ട് ആർക്കും അങ്ങനെ പ്രോബ്ലംസ് അങ്ങനെ പറയാൻ മാത്രം വന്നിട്ടില്ല. ജസ്റ്റ് ദാറ്റ് പബ്ലിക് ഹെൽത്ത് കൺസേൺ 23rd July മുതൽ WHO ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു ബി അലേർട്ട്, അത്രേ ഉള്ളൂ. ബട്ട് ദെൻ വി നീഡ് ടു ബി അലേർട്ട് ആൻഡ് വി നീഡ് ടു നോ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ. നമുക്ക് ആക്ച്വലി മങ്കി പോക്സിലുള്ള ഒത്തിരി ഇൻഫെക്ഷൻസ് നമ്മൾ വേറെ ഒത്തിരി സൂക്ഷിക്കണം. ഇപ്പൊ ഡെങ്കിപ്പനി ഉണ്ട്, എലിപ്പനി ഉണ്ട്, ചെള്ളുപനി ഉണ്ട്. അതൊക്കെയാണ് ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മള് കേരളത്തിൽ കൊടുക്കേണ്ട. ഒത്തിരി പേഷ്യൻസ് ഇപ്പൊ വരുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ. മങ്കി പോക്സ് ഇസ് അനദർ അഡീഷണൽ ഇൻഫെക്ഷൻ വിച്ച് ഹസ് കം ടു കേരള, അത്രേ ഉള്ളൂ. സർ, തൃശ്ശൂർ മരിച്ച പേഷ്യന്റിന് കുറെ ദിവസമായിട്ട് യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾ UAE നിന്ന് പുറപ്പെടുമ്പോൾ അത് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെയും സംഭവിക്കൂ?
അങ്ങനെ സംഭവിക്കും മാഡം. എന്താന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞ ഈ ഒരു പീരീഡിന്റെ ഒരു ഇൻഫെക്ഷൻ പീരീഡ് ഒരു 2 to 4 weeks നിയർലി എടുക്കും. 2 to 4 weeks എന്ന് പറയുമ്പോൾ 14 days to 28 days. ഇതിന്റെ ഇടയ്ക്ക് എപ്പോ വേണമെങ്കിലും ആൾക്ക് പെട്ടെന്ന് സിംറ്റമാറ്റിക് ആവാൻ പറ്റും. വെറുതെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്ന് സിംറ്റമാറ്റിക് ആയിട്ട് മരിക്കാനും പറ്റും. അപ്പം ദാറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ന്യൂസിലൊരു ക്ലാരിറ്റി അങ്ങോട്ട് ആയിട്ടില്ലാന്ന് തോന്നുന്നു, അങ്ങനെ മരിച്ച ആളിനെ കുറിച്ച്. ഡ്യൂ ടു മങ്കി പോക്സ് ആണോ അല്ലയോ എന്നൊരു ക്ലാരിറ്റി ഇപ്പോഴും നമ്മുടെ IMAയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് മങ്കി പോക്സ് കാരണം മരിച്ചത്. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല എന്നാ ഞാൻ കേട്ടേക്കുന്നത് ഈ പേഷ്യന്റിനെ കുറിച്ച്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടറുടെ വിലയേറിയ സമയം നമ്മൾ അപഹരിക്കരുത്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തീർത്തു. മാത്രമല്ല നമ്മൾക്കുണ്ടായിരുന്ന വലിയൊരു ആശങ്കയും ഒഴിവാക്കി തന്നു. പേടിയായിരുന്നു എല്ലാവർക്കും. യാത്ര ചെയ്യാനൊന്നും അനുവദിക്കില്ലായിരുന്നു. വീട്ടില് ബസ്സിലൊക്കെ കയറിയാലുണ്ടെങ്കിൽ മങ്കി പോക്സ് പിടിച്ച ആളിരുന്ന് സീറ്റിലിരിക്കണ്ടേ, അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേടിയായിരുന്നു ആൾക്കാർ. അതിൽ വലിയൊരു മനസ്സിനൊരു സമാധാനം കിട്ടി ഡോക്ടറെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷെ എല്ലാരും അലേർട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും അതെ. എന്റെ മകൻ ഷാർജ വഴിയാണ് ടർക്കിയിലേക്ക് യാത്ര ചെയ്തത്. അത് ഞാൻ പേടിച്ച്, ഷാർജയൊക്കെ ഭയങ്കര മങ്കി പോക്സ് ആണ്, അവിടെ ഒന്നും അധികം കറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വിട്ടത്. അപ്പൊ കുറച്ച് സമാധാനായി. അതെ. താങ്ക് യു ഡോക്ടർ. ശരി, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? റിലേഷൻ മെച്ചപ്പെടുത്താൻ പോവാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വിളിക്കൂട്ടോ സാറേ. ഞാൻ ഇവിടെ കറുകുറ്റിക്കാരനാ. ശരി ശരി. അതൊന്നും പറ്റില്ല. ഇവിടെ ചോദിക്കാനുള്ളത് ഇവിടെ ചോദിക്കണം കേട്ടോ. ചോദിച്ചു ഇനി എന്തെങ്കിലും വന്നാലും പറഞ്ഞു. ഡെഫിനറ്റ്ലി, നോ പ്രോബ്ലം. ശശി, അപ്പോ ഡോക്ടർ നമസ്കാരം. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ കഴിഞ്ഞ 11 ക്ലാസ് കഴിഞ്ഞത് 12ാമത്തെ ക്ലാസ് ആണ്. മങ്കി പോക്സ് എന്നുള്ള ഈ ഒരു ഭീകരൻ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ സമൂഹത്തിലെല്ലാം അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മെസ്സേജ് വന്നതിന് ശേഷം ലോകത്തെമ്പാടും അതൊരു ഭീകര ജീവിയായിട്ട് അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള അസുഖമായിട്ട് കണക്കാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കൊറോണ വന്ന് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ നമ്മളെ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് മാറിയത് കൊണ്ടാണ്. മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരതയാണ് കൊറോണ കൊണ്ട് ഉണ്ടായത്. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു അസുഖം എന്നുള്ള രീതിയിലായിരിക്കാം UN ഇതുപോലത്തെ ഒരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷെ ആ പ്രഖ്യാപനം അപ്പോ ഈ നമ്മൾക്കെല്ലാം വളരെ മാനസികമായി വളരെയധികം പിരിമുറുക്കം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനകളാണ് പത്രദ്വാരായും മറ്റ് മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെല്ലാം പരിഹാരം എന്നുള്ള രീതിയിൽ മനുഷ്യന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഡോക്ടർ ഇവിടെ അവതരിപ്പിച്ചത്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ ഈ വർഷ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ക്ലാസ് അവതരിപ്പിച്ച ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ അവർക്ക് ഞങ്ങൾ എല്ലാവരെയും പങ്കെടുത്ത മുഴുവൻ ആൾക്കാരുടെയും പേരിൽ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടന ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ പേരിലും ഞങ്ങൾക്കുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമസ്കാരം. സാർ, നമുക്കിനി അടുത്ത പരിപാടിയായാലോ? നമ്മുടെ പ്രിൻസ് അവിടെ ഉണ്ട്. പ്രിൻസിന് നന്ദി പറഞ്ഞില്ല. നമസ്കാരം. പ്രിൻസ്, നമ്മളെ ഈ പ്രോഗ്രാം ഇതേ രീതിയിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നത് ഓങ്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മങ്കി പോക്സ് ആയിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ
പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന്റെ ആരോഗ്യ പരിരക്ഷയിൽ വളരെയധികം താല്പര്യം കാണിച്ചുകൊണ്ട് നമുക്കെതിരെ ക്ലാസ്സുകൾ നടത്താനായിട്ട് സഹായിച്ച ശ്രീ പ്രിൻസിന് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെയും ഈ വർക്ക്ഷോപ്പിലെ പാർട്ടിസിപ്പൻസിന്റെയും പേരിൽ ഞങ്ങള് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഭാവിയിലും ഇതുപോലുള്ള കൂടുതൽ സഹായ സഹകരണങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ഇനി അടുത്ത അജണ്ടയിലേക്ക് നമുക്ക് വേഗം കടന്നേക്കാം അല്ലേ? ജനറൽ സെക്രട്ടറിക്ക് 2 വാക്ക് പറയാനുള്ളതാണല്ലോ അടുത്ത അജണ്ട. അപ്പോ സത്യത്തിൽ ഇന്ന് ഈ ഡോക്ടർ ഇത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കൊക്കെ ഒരു വലിയ ഒരു 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 നാണം തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഡോക്ടർ വളരെ വലിയ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. നമുക്ക് ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അരമണിക്കൂർ വേണം. നമ്മളൊക്കെ സാധാരണ മീറ്റിങ്ങുകളിൽ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചിലപ്പോൾ കവർ ചെയ്തൊന്നുമില്ല. ഇത് എത്രയോ കാര്യങ്ങൾ അദ്ദേഹം വളരെ വളരെ ക്വിക്കായിട്ട് കവർ ചെയ്തു. മാത്രമല്ല എനിക്ക് ശശിധര പണിക്കർ പറഞ്ഞതുപോലെ നമുക്കെല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ഭീതി ഒന്ന് കുറഞ്ഞു കിട്ടി. മങ്കി പോക്സ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ മാരകമായ പരിപാടി എന്നൊക്കെ ധരിച്ചു, പക്ഷെ അത് പടർന്നു പിടിക്കുമെന്നൊക്കെ ധരിച്ചു. ഇതപ്പോൾ നമ്മൾ കെയർഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി നിർത്താം എന്നുള്ളത് ഉറപ്പായിരിക്കും. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കുക. പേഴ്സണൽ ടച്ച്, കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതിലേക്ക് പോവാം. എനിക്ക് പറയാനുള്ളത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. വളരെ ചുരുക്കി ഞാനത് പറയുകയും ചെയ്യാം. ഒന്ന്, ഓൾ ഇന്ത്യ ബാങ്ക്, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ സമ്മേളനം നടത്തുന്നതിന് നമ്മൾ തീരുമാനിച്ചു. അത് 2023 ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനുള്ള ഹാള് ബുക്ക് ചെയ്തു. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഹാളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 300ഓളം 2 ബെഡ്റൂംസും അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി പരിപാടികളൊക്കെ വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്നതിന് അവിടുത്തെ സ്റ്റേറ്റ് ഫെഡറേഷന്റെ എക്സ്റ്റൻഡഡ് സെൻട്രൽ കമ്മിറ്റി കൂടി ജെയിൻ അതിൽ പങ്കെടുത്തു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും. അതാണ് ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ബൈപാർട്ടീറ്റ് നെഗോസിയേഷൻസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു 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 വലിയ ഒരു സ്ട്രൈക്ക് കോൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു ദിവസത്തെ പണിമുടക്കിനുള്ള കോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ച തുടരുകയും ചെയ്തപ്പോൾ നമ്മൾ വളരെയേറെ പ്രതീക്ഷിച്ചു. പക്ഷെ വീണ്ടും ചർച്ച മുന്നോട്ട് പോകുന്നില്ല. ചർച്ച മുന്നോട്ട് പോകാതെ വന്ന സാഹചര്യത്തിൽ പഴയ സ്ട്രൈക്ക് കോളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൺസീലിയേഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണിമുടക്കാൻ കഴിയും എന്ന സൂചന നൽകിക്കൊണ്ട് വീണ്ടും ഒരു കത്തിപ്പ് കൊടുത്തിരിക്കുകയാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ്. അതിന് IBAയുടെ റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. IBA ഒരു കോൺഫ്രണ്ടേഷന് തയ്യാറാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിട്ടയറീസിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുക്കാനാണ് നിർദ്ദേശം, ഇതുവരെ ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ഉടനെ തന്നെ ചർച്ച ചെയ്ത് തീർക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല IBAയ്ക്കും ഒരു 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 ഒബ്ലിഗേഷൻ സുപ്രീം കോടതിയോട് വന്നിരിക്കുന്നു. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ചർച്ച ചെയ്യാനുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് യു സബ്മിറ്റ് യുവർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാസം തന്നെ 20-ാം തീയതിയോ 22-ാം തീയതിയോ ഒക്കെയാണ് പിന്നെ മാറ്റിവെച്ച ഡേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകം ഒന്നുകിൽ ചർച്ചയെങ്കിലും നടക്കാൻ അവർ മുന്നോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീരുമോ ഇല്ല എന്നുള്ളത് അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിൽ ഉള്ള സ്ഥിതിവിശേഷമാണ്. അത് വളരെ വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ബാങ്ക് മാനേജ്മെന്റ് കൺസീലിയേഷൻ ടേബിളിൽ വന്നിട്ട് ബൈപാർട്ടീറ്റ് നെഗോഷിയേറ്റ് സെറ്റിൽമെന്റ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അവർക്ക് അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം സത്യത്തിൽ അവിടുത്തെ അജിറ്റേഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷ മൊത്തത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ നടന്നു വന്ന സമരങ്ങൾ
ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം കാത്തലിക് സിറിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ എറണാകുളത്ത് യൂണിയൻ ഓഫീസിൽ വരികയും AKBRF ഭാരവാഹികളുമായിട്ടൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് റിട്ടയറീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു റെസൊല്യൂഷൻ നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പാസ്സാക്കി. AKBRFന്റെ അത് മാനേജ്മെന്റിന് അയച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ കാത്തലിക് സിറിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷനോട് നിർദ്ദേശിച്ചത് ഈ സമരം, അവിടെ നടന്നിരുന്ന സമരം വീണ്ടും പുനരുജ്ജീവിപ്പിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം അതങ്ങ് കെട്ടടങ്ങി പോകാൻ പാടില്ല. ഒരു അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് എന്നുള്ള ഒരു നിലയിലേക്ക് അത് ഒരു സന്ദർഭത്തിൽ പൊന്തി വന്നതായിരുന്നു. അതിനിടയിലാണ് ചീഫ് മിനിസ്റ്റർ ഇടപെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംരംഭങ്ങൾ ഒന്ന് തണുക്കുകയും ചീഫ് മിനിസ്റ്റർക്ക് പകരം ധനമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ച നടക്കുകയും ചെയ്തു. വളരെ പേരിന് മാത്രം. അതിനകത്തൊന്നും നടന്നില്ല. ചീഫ് മിനിസ്റ്ററോട്ട് ഇതേവരെയായിട്ട് ഇടപെട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സമരം കുറച്ച് നാളിങ്ങനെ വളരെ ശക്തമായി വന്ന ഒരു സമരം കുറച്ച് നാളായിട്ട് പെൻഡിങ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ വർക്ക്മെൻ ഓർഗനൈസേഷൻസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തത് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ്, കാത്തലിക് സിറിയൻ ബാങ്കിലെ UFBU അല്ല, ജനറൽ ആയിട്ടുള്ള യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ കൺവീനർ ജോസനുമായി നമ്മൾ സംസാരിച്ച്, എന്തായാലും UFBUവിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. സമരസഹായ സമിതി വേറൊന്ന്, UFBU എന്ന് പറയുന്ന ഒന്ന്, ബാങ്കിനകത്തുള്ള UFBU എന്ന് പറഞ്ഞാൽ വേറൊന്ന്. ബാങ്കിനകത്തുള്ള UFBU എന്ന് പറഞ്ഞാൽ ആ ബാങ്കിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ. പക്ഷെ ഓൾ ഇന്ത്യ UFBUവിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള പണിമുടക്കും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ സംഘടന തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നതുകൊണ്ട് ജോസണുമായി ഒരു സംഭാഷണം നടത്താനായിട്ട് നമ്മൾ കാത്തലിക് സിറിയൻ ബാങ്കിലെ റിട്ടയറീസ് അസോസിയേഷനോട് നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ചിട്ട് അവർ 2 ദിവസം മുൻപ് അവരുടെ സെൻട്രൽ കമ്മിറ്റി കൂടി. ആ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് അത് തീരാറായപ്പോൾ ജോസനെ അവര് അതിനകത്ത് പങ്കെടുപ്പിച്ചു. ജോസനുമായിട്ട് സംസാരിച്ചു. അത് അങ്ങനെ ജോസനും നമ്മൾ മുന്നോട്ട് വെച്ച അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നമുക്ക് സമരം ഒന്നുകൂടി പുനരുജ്ജീവിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരും നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അവിടെ കാത്തലിക് സിറിയൻ ബാങ്കിലെ AIBA യൂണിറ്റിന്റെ ജനറൽ ബോഡി നടക്കാൻ പോവാണ്. ആ സമയത്ത് വെങ്കടാചലം അവിടെ വരുന്നുണ്ട്. അപ്പോ CSBRയുടെ ജനറൽ സെക്രട്ടറിയോട് ഞാൻ വെങ്കടാചലത്തിനെ ഒന്ന് നമ്മൾ പോയി മീറ്റ് ചെയ്ത് ഈ പ്രശ്നത്തിൽ ആൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നീക്കം വേണം എന്നുള്ള നമ്മളുടെ അഭിപ്രായം അദ്ദേഹത്തോട് കൺവേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അവിടുത്തെ എംപ്ലോയീസ് യൂണിയനുമായിട്ട് ബന്ധപ്പെടാനും പറഞ്ഞിട്ടുണ്ട്. ജോസനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് CHV വരുമ്പോൾ ഒന്ന് അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാ അത് CHV ഇപ്പോൾ അവിടെ വന്നതുകൊണ്ട് CHV കാണുന്നു. മറ്റുള്ള സംസ്ഥാനത്തുള്ള UFBUവിന്റെ സപ്പോർട്ട് ഈ സമരത്തിനുണ്ട്, UFBU സമര രംഗത്തുണ്ട്. അപ്പൊ അതിന്റെ നേതാക്കളെ കാണുന്നതിന് പകരം ഇനി ഓൾ ഇന്ത്യ തലത്തിലുള്ള ലീഡേഴ്സ് കേരളത്തിൽ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ പോയിട്ട് മീറ്റ് ചെയ്ത് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മളെല്ലാം ആശങ്കയിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ലക്ഷ്മി വിലാസ് ബാങ്കിൽ നടക്കുന്നുണ്ട്. ലക്ഷ്മി വിലാസ് ബാങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു വലിയ കോർപ്പറേറ്റ് ഏറ്റെടുക്കുന്ന ഒരു DSB ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലേക്ക് ലയിച്ച് അവിടെയും ബൈപാർട്ടേറ്റ് നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷെ കൺസീലിയേഷൻ ടേബിളിൽ അവര് പറഞ്ഞു, ഞങ്ങള് യൂണിയനുമായി ചർച്ച ചെയ്ത് ബൈപാർട്ടേറ്റ് നടപ്പാക്കാൻ തയ്യാറാണ്. അപ്പൊ അതൊരു വലിയ ആശ്വാസമാണ് അന്ന് നമുക്ക് തന്നത്. പക്ഷെ യൂണിയനുമായി ചർച്ച ചെയ്ത് അവർ ആദ്യം ഉണ്ടാക്കിയ ഒരു കരാറിനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ആശങ്കയാണ് വരുന്നത്.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അത് സമാഹരിക്കാനായിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിലെ സഖാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജോൺ ജോസഫിനെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ജോൺ ജോസഫ് ഇന്ന് ഇവിടെ കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. ജോൺ ജോസഫിന് കണ്ടെന്ന് തോന്നി. ഉണ്ടോ ജോസഫ് ഉണ്ടോ? ജോൺ ജോസഫ് ഉണ്ടോ ഇതിനകത്ത്? ജോൺ ജോസഫ് ജോൺ ജോസഫ് ഞാൻ 2 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. ആ നിങ്ങള് പ്രൈവറ്റ് സെക്ടറിൽ ഇട്ടിട്ടുള്ള ഒരു സർക്കുലർ, ലക്ഷ്മി വിലാസ് ബാങ്ക് അല്ലെ എംപ്ലോയീസ് യൂണിയന്റെ സർക്കുലർ, ആ സർക്കുലറാണ് ഞാനിപ്പോ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നത്. അതിനകത്ത് ആശങ്ക ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എംപ്ലോയീസ് യൂണിയനുമായിട്ട് ഒപ്പിട്ടുകൊണ്ട് അവര് ആദ്യമായിട്ട് പെൻഷൻ കാര്യത്തെ സംബന്ധിച്ചാണ് ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ബൈപാർട്ടിയേറ്റ് ഇംപ്ലിമെന്റേഷന്റെ കാര്യം അവിടെ നിർത്തിയിട്ട് ആദ്യത്തെ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പെൻഷനിനെ പറ്റിയിട്ടാണ്. ആ സർക്കുലറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്കുള്ളൂ. ആ പെൻഷനെ പറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സർക്കുലർ നമ്മുടെ പെൻഷൻ റെഗുലേഷനെ തകിടം മറിക്കുന്ന രീതിയിലുള്ളതാണ്. അത് പൂർണ്ണമായും വായിച്ചതിന് ശേഷം നമുക്കത് പൂർണ്ണമായിട്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ അങ്ങനെയാണ്. ആ സെറ്റിൽമെന്റ് നടപ്പാക്കി കഴിയുമ്പോൾ ഒരു പെൻഷൻ ബൈ ഔട്ട് പ്രോഗ്രാം എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പെൻഷൻ ബൈ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതോടുകൂടി നമ്മുടെ പെൻഷൻ റെഗുലേഷൻ ആ ബാങ്കിൽ പിന്നെ അതിന് പ്രസക്തി ഉണ്ടാവില്ല. പെൻഷൻ റെഗുലേഷൻ അവിടെ ഇല്ല. പിന്നെ ഇവര് തമ്മിൽ ഒപ്പിട്ട കരാറ് പ്രകാരമുള്ള പെൻഷൻ ആയിരിക്കും അവിടെ കൊടുക്കുക. ആ പെൻഷനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേക തരം കാൽക്കുലേഷനും അതിനൊക്കെ പുറമെ സർവീസിലിരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായവും ഒക്കെ ഉണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കും, അവർ മരിക്കുന്നത് വരെ പെൻഷൻ തുടർന്ന് കൊടുക്കും. പക്ഷെ ആ തുടർന്ന് കൊടുക്കുന്ന പെൻഷനിൽ ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ബിക്കോസ് ഓഫ് പ്രൈസ് റൈസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമോ? DA ഉണ്ടാകുമോ? ഒന്നും പറയാനില്ല. DA ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫിക്സ് ചെയ്തതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ DA ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഇപ്പോ ഇന്നത്തെ നിലയിൽ അവര് 2022 എന്ത് DA ആണോ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ DA മരണം വരെ ആ DA ആയിരിക്കും ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ജോസനോടും ചോദിച്ചു, ജോസനൊക്കെ ഈ സർക്കുലർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ വരികയാണ് എങ്കിൽ ഉണ്ടാകുന്ന തകരാറ് നമ്മുടെ പെൻഷൻ റെഗുലേഷൻ ആ ബാങ്കിൽ നിന്നു പോവുകയാണ്. പെൻഷൻ റെഗുലേഷൻ അപ്രസക്തമാവുകയാണ്. അവിടെ യൂണിയൻ ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ആണ് വരാൻ പോകുന്നത്. അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പെൻഷൻ ഫ്രീസ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അതൊരു വലിയ വലിയ ക്രൂരതയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ നമ്മൾ വാച്ച്ഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു കേസാണ്. മാത്രമല്ല അത് ലക്ഷ്മി വിലാസ് ബാങ്ക് കൊണ്ട് നിൽക്കുമോ? അവിടെ അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കാത്തലിക് സിറിയൻ ബാങ്കിനെ എന്തിനു പിന്നെ അവർ ഒഴിവാക്കണം? അവരെക്കാൾ മർക്കട മുഷ്ടി പിടിക്കുന്ന മാനേജ്മെന്റാണ് കാത്തലിക് സിറിയൻ ബാങ്കിലുള്ളത്. ഈ 2 പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ അത് വിജയിച്ചാൽ മറ്റുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകാർ നോക്കി നിൽക്കും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നിശ്ചയമായും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. സൂക്ഷ്മതയോടുകൂടി എല്ലാവരും വാച്ച് ചെയ്യണം. എന്തെങ്കിലും ഇൻഫർമേഷൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ അത് സെൻട്രൽ ഓഫീസിനെ കൂടി അറിയിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല അത് വളരെ വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമുക്ക് പോകുന്നു. ജോൺ ജോസഫിന് അക്കാര്യത്തിൽ എന്തെങ്കിലും അഡീഷണൽ പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല, എനിക്കിപ്പോ പറയാം. ഞാനേ ഒരു സർക്കുലർ കൂടി ഞാൻ അയച്ചുതരാം. ഞാൻ ഇവിടുത്തെ കേരള മുമ്പത്തെ സെക്രട്ടറി ഉണ്ടായിരുന്ന ഡിസംബറിൽ അവിടെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരെണ്ണം അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ ശ്രീനിവാസന് അയച്ചുതരാം. അതിനകത്ത് വേറെ പുതിയതായിട്ട് വല്ലതും നമുക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന ഓഫീസേഴ്സ് അസോസിയേഷൻ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അത് അങ്ങനെ നിൽക്കുകയാണ്. ഈ പറഞ്ഞോണം തന്നെയാണ് അവരൊരു ലംസം കൊടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയണേ. പക്ഷെ അത് എനിക്കിപ്പോ ഡിസംബറിൽ അപ്പുണ്ടാവുന്ന സർക്കുലറുകൾ അയച്ചു തരാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയിട്ടേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിലെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചതൊക്കെ നമ്മൾ സർക്കുലറിലൂടെ അറിയിച്ചിരുന്നു. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, സംഘടനയുടെ പ്രതിനിധികൾ, ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധികൾ ചേർന്നുകൊണ്ടുള്ള
ഒരു കമ്മിറ്റിയാണ്, സബ് കമ്മിറ്റിയാണ് അതിനെ സംബന്ധിച്ച് ഫർദറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കമ്മിറ്റിയുടെ പരിഗണനയിൽ AIBRF ഇത്തവണ മുന്നോട്ട് വെച്ച സുപ്രധാനമായ ഒരു ഡിമാൻഡ് പരിഗണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. അതായത് 2 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് ബാങ്ക് റിട്ടയറീസിന് കൊടുക്കണം എന്നുള്ള AIBRF ഡിമാൻഡ്. ആ ഡിമാൻഡ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അവരുടെ ഡിമാൻഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് UFBU അത് ആ ഡിമാൻഡ് അംഗീകരിച്ചു. മാനേജ്മെന്റ് അത് പരിഗണിക്കാം, കൺസിഡർ ചെയ്യാം, ചർച്ച ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആ ചർച്ചയുടെ ഔട്ട്കം വന്നതിന് ശേഷമേ അത് പറയാനൊക്കുള്ളൂ. 1.5 മാസത്തിനകം അതിന്റെ ഔട്ട്കമും വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ ഏറ്റവും ശക്തമായ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നീങ്ങിയതിന്റെ ഗുണഫലങ്ങൾ ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം കൂട്ടുന്നു എന്നുള്ള ഒന്നൊഴിച്ച് ബാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇംപ്രൂവ്മെന്റ്സിന്റെയും ഉത്തരവാദി ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ. സൂപ്പർ ടോപ്പ് വന്നതിന്റെ, സിംഗിൾ പോളിസിക്ക് ഡിസ്കൗണ്ട് കിട്ടിയതിന്റെ, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്ന അഫോർഡബിൾ ആയിട്ടുള്ള സ്കീംസ് ഇറങ്ങിയതിന്റെ ഒക്കെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ. ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ഒരു ഇംപ്രൂവ്മെന്റ്, ആ ഇംപ്രൂവ്മെന്റ് വന്നാൽ അത് എൻറ്റയർ ബാങ്ക് റിട്ടയറീസിന് കവറേജ് കിട്ടുന്ന, നമ്മുടെ ആദ്യം മുതലുള്ള ലക്ഷ്യം അതാണ്. മുഴുവൻ ബാങ്ക് റിട്ടയറീസിനെയും മെഡിക്കൽ ഇൻഷുറൻസിന്റെ കവറിൽ കൊണ്ടുവരണമെന്നും അതിന്റെ ചെലവ് ബാങ്ക് വഹിക്കണം. നമ്മളുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ചെലവ് വഹിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണം ബാങ്കിന്റെ ഉത്തരവാദിത്വമാക്കണം എന്നുള്ള നമ്മുടെ ഡിമാൻഡ് അത് മെറ്റീരിയലൈസ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ നമ്മൾ വിടുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നേടും. ഇത്തവണ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു 1.5 മാസത്തിനകം അറിയാൻ കഴിയും. എൻ്റെ ചർച്ച പുരോഗമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ളതിൽ എനിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ പല സംഘടനകളുടെയും യോഗങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ AIBRF നിർദ്ദേശിച്ച കഴിഞ്ഞ കമ്മിറ്റിക്ക് ശേഷം നിർദ്ദേശിച്ചൊരു കാര്യമുണ്ട്. റെഡിയായി നിൽക്കണം, നമ്മൾ വിജിലന്റ് ആയിട്ട് നിൽക്കണം. ഈ ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങളെ മുഴുവൻ ആളുകളുടെ ഇടയിലും എത്തിക്കണം. എല്ലാ ബാങ്ക് വൈസ് യൂണിയനുകളും എല്ലാ ജില്ലാ കമ്മിറ്റികളും യോഗങ്ങൾ ചേർന്ന് അണികളെ ഈ വിവരങ്ങളൊക്കെ അറിയിക്കണം. കാരണം അണികളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലഘട്ടം ചർച്ചകൾ നടക്കുന്നതാണ്. നെഗോസിയേഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ അണികളെ ഏത് രീതിയിലും തെറ്റിദ്ധരിപ്പിച്ച് സംഘടനയോട് അനുകൂലമായി നിൽക്കുന്നവരെ പ്രതികൂലമാക്കാൻ കഴിയും, ആശങ്കപ്പെടുത്താൻ കഴിയും, മനസമാധാനമില്ലാതെയാക്കാൻ കഴിയും. നമ്മൾ റിട്ടയറീസ് ആണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ എന്തെല്ലാം നമ്മൾ ചെയ്തു, എന്തെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു, എവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് കയറാൻ കഴിഞ്ഞു, ഒന്നിച്ചു നിന്നാൽ നമുക്ക് എവിടം വരെ പോകാൻ കഴിയും. വിഘടിച്ചു നിന്നാ പോയി. നമുക്ക് നമ്മളുടെ പൊതുവായ ലക്ഷ്യങ്ങൾ, പൊതുവായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒന്നിച്ചു തന്നെ നിൽക്കണം. അവിടെ നമ്മൾ പല രീതിയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മെസ്സേജ് എല്ലാ ജില്ലകളും എല്ലാ ബാങ്ക് വൈസ് യൂണിയനും മീറ്റിങ്ങുകൾ നടത്താം. പല ബാങ്ക് വൈസ് യൂണിയൻസും ഇപ്പോൾ ഏരിയ മീറ്റിംഗ്, ജില്ലാ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ചില ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഈ തരുണത്തിൽ എനിക്ക് ഒരു ടൗൺ കമ്മിറ്റിയുടെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പയ്യന്നൂർ ടൗൺ കമ്മിറ്റി നമ്മളുടെ പല ജില്ലകളുടെ പ്രവർത്തനങ്ങളെക്കാളും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് പയ്യന്നൂർ ടൗൺ കമ്മിറ്റി നടത്തുന്നത്. അവരിത്തവണ ഈ ആഗസ്റ്റ് 15 ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രോഗ്രാമുകൾ ടൗൺ കമ്മിറ്റിയുടെ പേരിൽ നടത്തുകയാണ്. കുട്ടികളുടെ മത്സരങ്ങൾ, മറ്റേ ദേശഭക്തി ഗാനാലാപനം, അങ്ങനെയുള്ള മത്സരങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യന്നൂർ ടൗൺ കമ്മിറ്റിയെ ഈ നിങ്ങളുടെയൊക്കെ പ്രസൻസിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇനി ആരെങ്കിലും എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ പ്രസിഡന്റ് അവസാനിപ്പിക്കും. പ്രസിഡന്റാണ് യോഗം അവസാനിപ്പിക്കുന്നത്. എന്താണ്, ആരാണ്? റഹിമ എന്താ പറഞ്ഞത്? അല്ല, പ്രസിഡന്റ് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാണ്. അൺമ്യൂട്ട് ചെയ്യാനോ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക്
നമ്മുടെ ഹെൽത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് ഡോക്ടറെ ക്ലാസും അതിനുശേഷം സംഘടനാ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മുടെ അംഗങ്ങൾക്ക് ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ അവസരമാണ്, ചോദിക്കാം. ആർക്കും പ്രത്യേകിച്ച് വിഷയങ്ങളും ചർച്ച ചെയ്യാനില്ല എങ്കിൽ ഈ നടപടികൾ നമുക്ക് പര്യവസാനിപ്പിക്കാം. അപ്പോൾ ഈ യോഗം, ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് യോഗം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഇൻ 1 hour 10 മുതൽ 11 വരെ. ഓക്കെ ഓക്കെ. ഹലോ ശ്രീനിവാസൻ സാർ. യെസ്, ഞാൻ തോമസ് ആണ്, മദ്രാസിൽ നിന്നാണ്. എല്ലാവർക്കും സ്നേഹാന്വേഷണങ്ങൾ. മദ്രാസിൽ നിന്നാണ്. പറയൂ, എന്തുണ്ട് വിശേഷം? ഒന്നും വിശേഷമില്ല സാറേ, വെറുതെ എല്ലാവർക്കും സ്നേഹാന്വേഷണം അറിയിക്കുക, അത്ര തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനവിടുത്തെ മദ്രാസിൽ നിന്നുള്ള എന്തെങ്കിലും വിശേഷം തരാനാണ്. എന്താണെങ്കിലും അവിടെ പ്രധാന നേതാക്കളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ എല്ലാത്തിന്റെയും. അതെ 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 അതെ. എന്തെങ്കിലും അങ്ങനെ കേട്ടോ ഞാൻ അറിയിക്കും സാറേ, അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോ നമ്മുടെ ഇന്ന് ഹോസ്റ്റ് ചെയ്തതിന്റെ അവിടെയാണോ? എനിക്ക് ബാലൻ സാറ് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര എക്കോ കേട്ടിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? ഭയങ്കര എക്കോ ആയിരുന്നു. 2 പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യമായിരുന്നു. അവസാനം ഇപ്പൊ ഔട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞപ്പോ ഇല്ലായിരുന്നു. അല്ല, ഡോക്ടർ സംസാരിച്ചപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇല്ല, എനിക്ക് തോന്നിയത് പല ആൾക്കാരും മ്യൂട്ട് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അതാണ് പ്രശ്നം. അന്തോണി സാർ, വളരെ നന്നായിരിക്കുന്നു ഇന്നത്തെ പ്രസന്റേഷൻ എല്ലാം. അതെ അതെ അതെ. താങ്കൾ വളരെ പക്ഷെ ഞങ്ങൾക്ക് യാതൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നില്ല, കാരണം സൗത്ത് ഇന്ത്യൻ പരിപാടികൾ ധാരാളമായി നടത്തി ശീലമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ആങ്സൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമില്ല. സിസ്റ്റത്തിനെ സംബന്ധിച്ച് യാതൊരു തകരാറുമില്ല. പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ അവതരണങ്ങൾക്കും ഒന്നും പ്രശ്നം വന്നില്ല. ആളുകൾ മാത്രം വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. 33 പേര് 34 പേരെ വന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നല്ല 33 പേര് വന്നു. 33 വരെ വന്നു. ഇതില് വരാതിരുന്നവർക്കൊക്കെ അവർക്ക് തന്നെയാണ് നഷ്ടം. കാരണം നമുക്കൊക്കെ ഇപ്പൊ മനസമാധാനത്തോടെ മങ്കി പോക്സിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യാം. നമുക്കൊക്കെ ഇപ്പോഴും വലിയ ആങ്സൈറ്റി ആയിരിക്കും. ഭീതിയൊന്നും കുറയ്ക്കുന്നില്ല. എന്നാൽ പോലും ഞാൻ പറഞ്ഞതേ, സമാധാനമായിട്ട് പോവാല്ലോ, സമാധാനമായിട്ട് കാര്യങ്ങൾ നടത്താൻ കെയർഫുൾ ആയിരിക്കണം. ഡോക്ടർ പറഞ്ഞല്ലോ, വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് പടർന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പറിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ എറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തോരം വർഷങ്ങൾ എടുക്കും. മാതാവൻ മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കും. എനിക്ക് തോന്നിയത് കുറെ സുപ്രധാനികൾക്ക് വരെ ഇതിന്റെ ടൈമിനെ പറ്റി അറിയില്ലായിരുന്നു. PRS ഒക്കെ പോലും എത്തിയത് ഒരു 10:30-ക്കാണ്. അതിന്റെ അല്ല, നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ തുടങ്ങുന്നത് 10 മിനിറ്റ് 20 മിനിറ്റ് വൈകിയാണല്ലോ. ഇപ്പൊ തുടങ്ങി വന്നപ്പോ അവരൊക്കെ കയറി അയ്യർ സാറ് യാത്രയിലായിരുന്നു, കാലത്തും കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ജോയിൻ ചെയ്തത്. അയ്യർക്ക് സമ്മേളനത്തിന്റെ തിരക്കുണ്ടാവും. ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ പ്രൈവറ്റ് നമ്മുടെ ജില്ലാ ലൈബ്രറി മീറ്റിംഗ് കനറ ബാങ്കിന്റെ ആവശ്യപ്രകാരം 28-ാം തീയതി കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ. അവരെ മീറ്റിംഗിലാണ്ട് അവർ വളരെ എൻഗേജഡ് ആണ്. 28-ാം തീയതി കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ മീറ്റിംഗ് വെക്കാന്ന് അവര് കൊണ്ടുനടന്നു. അപ്പൊ മിക്കവാറും സെപ്റ്റംബർ 1 2 ഞാൻ മീറ്റിംഗ് വെക്കും. അതെ, അപ്പൊ ആ മീറ്റിങ്ങിന് നിങ്ങൾ മുന്നോടിയായിട്ട് നിങ്ങളുടെ പ്രിലിമിനറി വർക്കുകൾ നടത്തിക്കോളൂ, നോട്ടീസ് ഒക്കെ ഇഷ്യൂ ചെയ്തോളൂ. ആ
യെസ്. അപ്പൊ പിരിയല്ലേ നമ്മള്? ഓക്കെ. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അഡ്വൈസിന് പ്രത്യേക താങ്ക് യു. ഒന്നോടിസേ പോട്ടെ.